അവനും എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ മൊമെൻ്റ്. ഒരു നിമിഷം കൊണ്ട് എൻ്റെ ലൈഫ് വെറും 0 ആയെന്ന് തോന്നി. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ അവിടുന്ന് തിരികെ നടക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെ പേടിയോടെയാണ് കണ്ടത്. അവനില്ലാതെ എങ്ങനെയാണ് ഇനിയുള്ള നിമിഷങ്ങളൊക്കെയും വെണ്ണീറാവില്ലേ ഞാൻ. നെഞ്ചിലിപ്പോഴും താങ്ങാൻ കഴിയാത്തൊരു വേദന. അവൻ്റെ വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ എന്തിനാണ് അവൻ ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞത്? പറയാതിരിക്കാമായിരുന്നില്ലേ അവന്? ആ കണ്ണുകളിൽ നഷ്ടബോധമുണ്ടായിരുന്നില്ലേ? അത്രമാത്രം അവൻ എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ സ്നേഹിച്ചതുപോലെ തന്നെ. റെയിൽവേ സ്റ്റേഷന് ഒഴിഞ്ഞ കോണിൽ മുഖം താഴ്ത്തിയിരിക്കുമ്പോഴും നവവരൻ്റെ വേഷത്തിൽ നിന്ന് തന്നോട് പ്രണയം തുറന്നു പറഞ്ഞവൻ്റെ മുഖമായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ. മേലാകെ വിയർത്ത് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പോൾ ദൂരെ നിന്ന് കേൾക്കുന്ന ട്രെയിനിൻ്റെ ശബ്ദം അരോചകമായി തോന്നിയിരുന്നു. കയ്യിലെ ബാഗിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ കയ്യിലെടുത്തു. ചാരു കോളിംഗ്. ആ നോക്കി ചാരു. ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും പറയും മുമ്പേ കോൾ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. നിറഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുവന്നു വീർത്ത മുഖവും ആരും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ വീണ്ടും മുഖം താഴ്ത്തിയിരുന്നു. കാലത്ത് ചാരുവാണ് കാർത്തികയുടെ വിവാഹത്തിന് പോയേ തീരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. അവൻ്റെ വിവാഹമാണെന്നറിഞ്ഞതു മുതൽ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എൻ്റേതല്ല എന്ന്. നെഞ്ചു തകർത്ത കാഴ്ചയായിരുന്നെങ്കിലും കണ്ണ് നിറയെ കണ്ടു കാർത്തി മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത്. ഉള്ളു പൊള്ളിച്ച കാഴ്ച ആയിരുന്നെങ്കിലും ആ ചിത്രം എന്നും എനിക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം എന്ന ചിന്തയോടെയായിരുന്നു കാർത്തിയുടെ ഓർമ്മകളോടൊപ്പം ആ കാഴ്ചയെയും ചേർത്ത് വെച്ചത്. എങ്ങനെയൊക്കെയോ ചിരിച്ചുകൊണ്ടാണ് അവന് മുൻപിൽ നിന്നത്. പക്ഷേ ചടങ്ങുകൾക്ക് ശേഷം എനിക്കരികിൽ വന്നവൻ ഒരു തമാശ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹൃദയം നിന്നു പോയെന്ന് തോന്നി. അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പ്രണയം പറയാൻ ഒരു നിമിഷം തുനിഞ്ഞതാണ്. പക്ഷെ അവൻ്റെ താലിയുമായി നിന്ന് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നവളുടെ മുഖം ഓർമ്മ വന്നു. പറഞ്ഞത് തമാശയായിരുന്നുവെങ്കിലും പിന്നെ അവൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടു. എന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞില്ല എന്ന് ചോദിക്കണമെന്ന് തോന്നി. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. അവനായി തന്നെ മറുപടി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം ഇല്ലായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന സൗഹൃദത്തിന് ഒരുപാട് വിലയുണ്ടെന്ന്. ഇനി ഇത് നമുക്കിടയിലെ ഒരു തമാശയായി മാത്രമല്ലേ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞവനെൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുമ്പോൾ ഒരായുസിൻ്റെ പ്രണയമാണ് എന്നിലേക്ക് ഒഴുകിയതെന്ന് തോന്നി. ഉള്ളൊരുകിയ പ്രണയം, ഒരിക്കൽ പോലും പങ്കുവയ്ക്കാൻ കഴിയാതെ പോയ മനസ്സിൻ്റെ ഇരുളറകളിൽ എവിടെയോ മനഃപൂർവ്വം പൂഴ്ത്തിവെച്ച പ്രണയം. ഇനിയും ഒരു പങ്കുവയ്ക്കലിന് പ്രതീക്ഷയില്ലാത്ത പ്രണയം. അവൻ്റെ ചുണ്ടുകളിലൂടെ എൻ്റെ നെറ്റിത്തടത്തിലേക്ക് അവൻ പകർന്നു നൽകിയത് ഒരാത്മാവ് മറ്റൊരാത്മാവിന് നൽകിയ ഏറ്റവും സുന്ദരമായ സമ്മാനം കൂടിയായിരുന്നു. ഒടുവിൽ തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നപ്പോൾ ഒരു ഭീരുവെന്ന പട്ടം അവന് ചാർത്തി കൊടുക്കാനൊരുങ്ങുന്ന മനസ്സിനെ പണിപ്പെട്ട് തടയുകയായിരുന്നു ഞാൻ. കാരണം ഭീരുവെങ്കിൽ ആ പേര് അവനു മുമ്പേ അർഹിക്കുന്നത് ഞാനാണ്. ഒപ്പം പഠിക്കുന്ന കാലം മുതലേ എൻ്റെ മാത്രം സ്വകാര്യതയായി കൊണ്ടുനടന്ന പ്രണയം തുറന്നു പറയാൻ എന്തോ എനിക്കും ധൈര്യം ഉണ്ടായില്ല. അവൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാവുന്നതിൻ്റെ വില അറിയാവുന്നത് കൊണ്ടാകാം മനസ്സ് അത്തരമൊരു സാഹസത്തിന് മുതിരാതിരുന്നത്. പലവട്ടം ചാരു എന്നെ നിർബന്ധിച്ചപ്പോഴും അവൻ എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്ന തോന്നലിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മനസ്സ്. പക്ഷേ ഇന്ന് അവനും എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എന്നോട് തന്നെ കലഹിക്കുകയാണ്. നേരെ വന്നിരുന്നത് ഇവിടേക്കാണ്. കാർത്തി എന്നോട് എന്താണ് സംസാരിച്ചത് എന്നറിയാതെ ചാരു വിഷമിച്ചിട്ടുണ്ടാവും. അവളോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അവനും എന്നെ സ്നേഹിച്ചിരുന്നുവെന്നും ഓർക്കുമ്പോഴൊക്കെ സഹിക്കാൻ കഴിയാത്തൊരു നൊമ്പരമാണ് എൻ്റെ ഉള്ളിൽ. എന്നെപ്പറ്റി ഒന്നും അറിയാത്തൊരാളിൻ്റെ മുൻപിൽ ചെന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു. അയാൾക്ക് മുമ്പിൽ ഹൃദയം തുറന്നു കാണിക്കാൻ തോന്നുന്നു. ഒടുവിൽ കുറ്റപ്പെടുത്താതെ ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് അയാൾ നടന്നു നീങ്ങുമ്പോൾ ഇനിയും ഒരിക്കലും കാണാനിടയില്ലാത്ത ആ ഒരാളെ തിരിഞ്ഞു നോക്കാതെ ഞാനും നടന്നു നീങ്ങണം. നല്ലൊരു കേൾവിക്കാരനായ ഒരപരിചിതൻ്റെ മുൻപിൽ ചെന്ന് സങ്കടങ്ങൾ ഒഴുക്കിക്കളയണം. കഴിയുമെങ്കിൽ എൻ്റെ വേദനകളൊക്കെ അയാൾക്ക് പകർന്നു നൽകി ഹൃദയമില്ലാത്ത ഒരുവളായി നടന്നകലണം. സ്വാർത്ഥമായ ഭ്രാന്തമായ ചിന്ത. ഹലോ ഗീതാഞ്ജലി, ഐ ആം കാർത്തിക് വസുദേവ്. ആദ്യമായി കാർത്തിയെ പരിചയപ്പെട്ട രംഗം ഓർമ്മ വന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു നോക്കി. ഇല്ല, കഴിയുന്നില്ല. കൂടുതൽ തെളിമയോടെ അവനെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ തന്നെയുണ്ട്. ഓർക്കരുതെന്നുണ്ട്. അത്രത്തോളം അവനെൻ്റെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ വേദന താങ്ങാതെ
എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. നിയന്ത്രണം തെറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്ന് തോന്നി. ചിന്തകൾ വ്യതിചലിച്ചില്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നി. തല ഉയർത്തി നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കൂടെ ധൃതിയിൽ പായുന്ന ഒരുപാട് മുഖങ്ങളെ കണ്ടു. പല മുഖങ്ങളിലും പല ഭാവങ്ങൾ. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണല്ലേ. എന്നെപ്പോലെ വിങ്ങുന്ന ഹൃദയമുള്ളവരുണ്ടാകുമോ? ചില മുഖങ്ങളിൽ സന്തോഷമാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്രിയപ്പെട്ടവർക്കരികിലേക്ക് ഓടിയെത്തുന്നവരാകും അവർ. ദുഃഖം നിഴലിച്ച മുഖങ്ങളൊക്കെയും പ്രിയപ്പെട്ടവർക്കരികിൽ നിന്ന് അകലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്നവരാകും. അമ്മയെ, അച്ഛനെ, ഭാര്യയെ, ഭർത്താവിനെ, കാമുകിയെ, കാമുകനെ, മകനെ, മകളെ, സഹോദരനെ, സഹോദരിയെ, അങ്ങനെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരെയും വിട്ടു പോകാൻ വിസമ്മതിച്ചു നിൽക്കുന്ന മനസ്സിനുടമകൾ. ചിലരുടെ മാനസികാവസ്ഥ പോലെ തന്നെ മുഖങ്ങളിലും നിർവികാരതയാണ്. ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോയവരാകണം അവർ. ചിരിക്കാൻ മറന്നവർ. പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരുവനെ കണ്ടു. നിർജീവമായ കണ്ണുകളോടെ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ വരുന്ന അവൻ്റെ ഉള്ളിൽ ഒരു കടലിരമ്പൊന്നുണ്ടാവാമെന്ന് തോന്നി. അത്രത്തോളം ദുഃഖം ആ മുഖത്ത് പ്രതിഫലിക്കുന്നു. വീണ്ടും കാർത്തിയുടെ മുഖം ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. എനിക്ക് വേണ്ടത് അവനെ ആയിരുന്നില്ലേ? അവനെ തന്നെ ആയിരുന്നില്ലേ? പക്ഷേ ഇവൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക്. വീണ്ടും ഹൃദയം കവിഞ്ഞൊഴുകും പോലെ, ചുറ്റിനും രക്തത്തിൻ്റെ മണം വ്യാപിച്ചതുപോലെ. ചുറ്റിനുമുള്ള വർണ്ണങ്ങൾ മാഞ്ഞു. ഒക്കത്തിനും പ്രണയത്തിൻ്റെ ചുവപ്പ് പരന്നതുപോലെ. ട്രെയിൻ ഇറങ്ങി വരുന്ന വെളുത്തു മെലിഞ്ഞ പെൺകുട്ടിയിലേക്ക് മനഃപൂർവ്വം കണ്ണുകളെ തളച്ചിട്ടു. അവൾക്ക് വേണ്ടി കാത്തിരുന്നെന്നോണം ഒരു കുഞ്ഞുമായി ഒരാൾ അവൾക്കരികിലേക്ക് ഓടിച്ചെല്ലുന്നത് കണ്ടു. അടുത്ത് ചെന്നത് മെയ് എന്ന് വിളിച്ചവളെ ചുറ്റിപ്പിടിച്ച കുഞ്ഞിനെ കോരിയെടുത്ത് മതിവരാത്ത വണ്ണം അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നുണ്ടായിരുന്നു. ശേഷം അയാളിലേക്ക് നീണ്ട അവളുടെ കണ്ണുകളിൽ അടക്കി പിടിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ. ഒന്ന് ചിരിച്ചു. അവളെയും ചേർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന അയാളുടെ ഉള്ളിലും കാത്തിരിപ്പ് അവസാനിച്ചതിലുള്ള സന്തോഷമാവാം. സ്വകാര്യതയിൽ പങ്കുവയ്ക്കാനുള്ള സ്നേഹപ്രകടനങ്ങളിലേക്ക് ഓടിയെത്താനുള്ള തിടുക്കമാകാം. കഴിയുന്നില്ല. ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. അവനെ ഓർക്കാതെ കഴിയുന്നില്ല. കാമുകന്റെ വിവാഹത്തിന് പോയി വന്ന നിർഭാഗ്യവതിയായ കാമുകി. അവൻ താലി കെട്ടിയ പെണ്ണിനെ നോക്കി ഞാനും കൊതിച്ചിരുന്നു. അത് ഞാനായിരുന്നുവെങ്കിലെന്ന്. കാർത്തിയുടെ ഉള്ളിലെ ഗീതാഞ്ജലി എന്ന മുറിവിനെ മേഘ ഒരു നാൾ ഉണക്കിയേക്കാം. എന്നാൽ ഗീതാഞ്ജലി ഞാൻ എനിക്ക് മുൻപിൽ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. ഭ്രാന്തിൻ്റെ വക്കോളമെത്തി നിൽക്കുന്ന മനസ്സ്. ഇല്ല, കഴിയുന്നില്ല. ഈ നിമിഷത്തെ അതിജീവിക്കാൻ കഴിയാത്ത ഞാനെങ്ങനെ ഒരു ജന്മം ജീവിച്ചു തീർക്കും? രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടില്ല. ഈ വേദനയിൽ നിന്നും എനിക്ക് മുക്തമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ട്രാക്കിൻ്റെ സൈഡിലൂടെ ഏറെ ദൂരം മുന്നോട്ട് നടന്നു. മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ മുഖങ്ങളിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും കര കയറാൻ കഴിയാത്തൊരു സങ്കടക്കയത്തിലേക്ക് വീണു പോയിരുന്നു ഞാനില്ലെന്നറിഞ്ഞാൽ തകർന്നു പോകുമായിരിക്കാം അച്ഛനും അമ്മയും. കാർത്തികൻ തളരുമായിരിക്കാം. ഒക്കെ അറിയുന്ന ചാരു എല്ലാവരോടും വിളിച്ചു പറയുമായിരിക്കുമോ കാർത്തിയാണ് കാരണമെന്ന്? ഒരു കുറ്റവാളിയെ എന്ന പോലെ ലോകം അവന് നേരെ വിരൽ ചൂണ്ടില്ലേ? ഒക്കെ ചാരു പറയാതെ ഇരുന്നാൽ പകരക്കാരുണ്ടാകില്ലേ ഓരോരുത്തർക്കും? എൻ്റെ മരണം ഏറെ നാൾ നോവിക്കുമെങ്കിലും അച്ഛനും അമ്മയ്ക്കും വേദയില്ലേ? കാർത്തിക കൂട്ടായി മേഘ ഉണ്ടാവില്ലേ? അവൾ എന്ന ചില്ലയിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ ഓർക്കുക പോലും ഉണ്ടാകില്ല. മറവിയിലേക്ക് ഞാനെന്നൊരു ഓർമ്മ വീഴും വരെയേ ഞാൻ അവർക്കൊരു വേദനയായിരിക്കും. പിന്നെ കേട്ടുമറന്നൊരു കഥ പോലെ, കണ്ടുമറന്നൊരു സ്വപ്നം പോലെ ഗീതാഞ്ജലിയും അവസാനിക്കും എന്നേക്കുമായി. പിന്നിൽ നിന്നും ഒരു ട്രെയിനിൻ്റെ നീട്ടിയുള്ള ചൂളം വിളി കേട്ട് കണ്ണുകൾ ഇറുക്കിയടച്ച് വേഗത്തിൽ മുന്നോട്ട് നടന്നു. തോറ്റുപോയ ഒരുവളുടെ അവസാന നിമിഷങ്ങൾ. കഴിഞ്ഞ കാലമൊക്കെ എനിക്ക് ചുറ്റുമുള്ളൊരു ക്യാൻവാസിലൂടെ ഓടി ഓടി മറയും പോലെ തോന്നി. ട്രെയിനിൻ്റെ ശബ്ദം അടുത്തേക്ക് വരുന്നതറിഞ്ഞിട്ടും ട്രാക്കിലേക്ക് കയറി. കാലുകളുടെ പതർച്ച അറിയുന്നുണ്ട്. അടുത്ത നിമിഷത്തിൽ ഞാനെന്ന അധ്യായം അടയാൻ പോകുന്നു. പ്രിയപ്പെട്ടവരോട് യാത്ര പറയാതെ, തിരുനെറ്റിയിലൊരു മുത്തം പോലും കൊടുക്കാതെ, യാത്ര പറച്ചിലുകളില്ലാത്തൊരു മടങ്ങിപ്പോക്ക്. നെഞ്ചിടിപ്പിന് വേഗതയേറിയെങ്കിലും അവസാനമായി ഈ ലോകത്തെ നോക്കിയൊന്ന് പുഞ്ചിരിക്കണമെന്ന് തോന്നി. ഈർപ്പം പറ്റിയ കണ്ണുകൾ തുറന്നു പിടിച്ചു. കൃത്രിമമെങ്കിലും ചിരി മുഖത്ത് വരുത്തി. പിന്നിലെ ശബ്ദം തൊട്ടടുത്തെന്ന് തോന്നിയതും അവസാനിക്കാൻ പോകുന്നുവെന്ന തിരിച്ചറിവിൽ നിൽക്കുമ്പോഴായിരുന്നു വയറിന് ചുറ്റും ബലമുള്ളതെന്തോ അമർന്നത്. അടുത്ത നിമിഷം എവിടേക്കോ ഞാൻ തെറിച്ചു വീണെന്ന് തോന്നി. തലയിലൊരു ചൂട്, വേദന. വീണത് മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ? പാടുപെട്ട് കണ്ണുകളൊന്ന് വലിച്ചു തുറന്നു. ആരോ
പരിഭ്രമത്തോടെ എന്നെ കോരിയെടുക്കുന്നതറിഞ്ഞു. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലകളിൽ എവിടെയോ. വലിച്ചു പെറുക്കി അയാൾ എന്നെ ഒരു സൈഡിലിരുത്തി. അയാൾ എന്നെ വല്ലാത്ത ദേഷ്യത്തോടെ നോക്കി. എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. ഇന്ന് ഞാൻ സ്നേഹിച്ചിരുന്ന ആളുടെ വിവാഹമായിരുന്നു. അത് കേട്ടിട്ടും അയാളുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. മെല്ലെ വന്ന് എൻ്റെ അരികിലിരുന്നു. അവസാനമായി ഞാൻ അവളെ ചുംബിക്കുമ്പോൾ ആ നെറ്റിയിൽ തണുപ്പായിരുന്നു. നേരിയ വിറയലോടെ ഞാൻ ആ മുഖം കൈകളിലെടുത്തു. എപ്പോഴത്തെയും പോലെ അവൾ ചിരിച്ചില്ല. നുണക്കുഴി തെളിയുന്ന കവിളുകളിൽ നാണം വിരിഞ്ഞില്ല. അവൾക്ക് ഞാൻ നൽകിയ അന്ത്യചുംബനം, അതിലെല്ലാം ഉണ്ടായിരുന്നു. ഒരായുഷ്കാലം മുഴുവൻ അവൾക്ക് മാത്രം കരുതി വെച്ച പ്രണയം, അവളോടുള്ള കരുതൽ, വാത്സല്യം, എല്ലാം. അല്ലെങ്കിലും ഞാൻ അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നതാണ് അവൾക്കിഷ്ടം. കണ്ണുകളടച്ച് എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കും. അകന്നു മാറുമ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കും. അവ എന്നോട് ഒരു 100 കഥകൾ പറയും. മൗനമായി അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നത് പോലെ. ആ അവൾക്ക് ഞാൻ അന്ത്യചുംബനവും കൊടുത്തു. അപ്പോൾ ആ നെറ്റിയിലെ തണുപ്പിന് മധുരമായിരുന്നു. ഇപ്പോഴും ചുണ്ടിലുണ്ട് ആ മധുരം. അവളെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ചുണ്ടുകളിൽ ആ തണുപ്പറിയും, നാവിൽ അരുചിയും. ആദ്യം പരസ്പര ബന്ധമില്ലാത്ത എന്തോ പറയുകയാണെന്ന് തോന്നിയത്. ഒരുപക്ഷെ അയാൾ ഭ്രാന്തനായിരിക്കാം. എങ്കിലും അവളെപ്പറ്റി പറഞ്ഞപ്പോഴൊക്കെ അയാളുടെ ചുണ്ടിലൊരു ചിരി ഉണ്ടായിരുന്നു. കണ്ണുകളിൽ പ്രണയവും. ആശ്വാസവാക്കുകളോ സാന്ത്വനങ്ങളോ എൻ്റെ പക്കലുണ്ടായിരുന്നില്ല. പകരം അയാളുടെ മുഖം കൈകളിലെടുത്ത് ആ നെറ്റിത്തടത്തിൽ അമർത്തി ചുംബിച്ചു. ആദ്യമായി ഞാൻ ഒരാൾക്ക് നൽകിയ ഏറ്റവും സുന്ദരമായ ചുംബനം. അയാൾ പറഞ്ഞതുപോലെ അതിൽ കരുതലുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, വാത്സല്യമുണ്ടായിരുന്നു. അനന്തമായ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളപ്പെടുത്തൽ. നെറ്റിത്തടത്തിലെ ചുംബനം, ഏറ്റവും പ്രിയപ്പെട്ടത്. നഷ്ടപ്പെട്ട വേദനയിൽ ഹൃദയം മുറവിളി കൂട്ടുമ്പോൾ ഉള്ളൊരുകുന്ന പ്രണയമായി അയാൾ അവൾക്ക് നൽകിയ ഏറ്റവും അവസാനത്തെ സമ്മാനം. എങ്ങനെയാവും അയാൾ അവളെ അവസാനമായി ചുംബിച്ചത്? കരുതി വെച്ച കടലോളം സ്നേഹം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തൻ്റെ ചുണ്ടുകളിലൂടെ അയാൾ അവൾക്ക് പകർന്നിരിക്കണം. അകന്നു മാറുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അത്ഭുതമില്ലായിരുന്നു, ആശങ്കയില്ലായിരുന്നു. പകരം ആ കണ്ണുകളിൽ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അവൾക്കായി ഒരു വസന്തം അവിടെ വിരുന്നൊരുക്കുകയായിരുന്നു, അത്രമേൽ പ്രണയത്തോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.